ഇന്ന് ധ്യാനത്തിന് എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ. आज वचन की घोषणा के लिए हम चुन लिया हुआ वचन प्रेरितों का काम है 12-ാം അധ്യായം 5-ാം വാക്യം. 12वां अध्याय की 5वां पद में हम देखे. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. वहां पर ये वचन दिया है 12वां अध्याय 5वां पद में यही दिया है. बंदी गृह में पतरस बंद था, परंतु कलीसिया उसके लिए लव लगाकर परमेश्वर से प्रार्थना कर रही थी. പ്രിയരെ, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കഷ്ടവും സങ്കടവും വളരെ പ്രതിസന്ധികളും നിറഞ്ഞതായ ഒന്നാകുന്നു. प्यारों, ये संसार में हम जीते हैं, रहते हैं, हमारा जिंदगी कष्ट और दुख भोगना पड़ते हैं. ഭാവി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. हमारा भविष्य क्या है, हमको इसके बारे में जानकारी नहीं है. ഇന്നത്തെ പരീക്ഷയിൽ നിന്നും പുറത്തു വരുമോ എന്നും നമുക്കറിയില്ല. आज की परीक्षा में से बचाएगा बाहर आएगा, हमको इसमें पता नहीं होता है. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ കാലങ്ങളില് നിരവധി പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതായ ആ പ്രതികൂലത്തിൽ നിന്നും ആ പ്രതിസന്ധിയിൽ നിന്നും ആ വിഷമസന്ധിയിൽ നിന്നും നമ്മെ വിടുവിക്കാൻ തക്കവണ്ണം ഈ യേശുവിന് കഴിയും. यारो, बीते समयों में हमारे जिंदगी में परीक्षा आया, कई प्रकार की मुसीबत, कई प्रकार की शोक भोगना पड़ा. उसी में से मसीह ने हमें बचाया. तो आजकल की हमारा परीक्षाओं में से प्रभु ने हमें बचाएंगे. ഒരു പക്ഷേ വലിയ കുടുംബ തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. शायद हो परिवार की जीवन टूट फूट और वेदना के साथ गुजरने वाला होगा. അല്ലെങ്കിൽ തൊഴിലില്ലായ്മയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. शायद हो और सेवकाई काम और ऐसा नौकरी से जाने वाला होगा. ഡയാലിസിസ്, കീമോതെറാപ്പി തുടങ്ങിയ ചികിത്സാ രീതികളിലൂടെ മനം മടുത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. डायलिसिस हो और कीमोथेरेपी हो, विविध प्रकार की और बीमार हाल से जाने वाले होगा. നിങ്ങൾ പ്രതിസന്ധിയിലും കഷ്ടതയിലുമായിരിക്കുമ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, സ്നേഹിതന്മാർ നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുമായിരിക്കും. शायद हमारे सखे हमारा साथ रहकर हमें दिलासा देने वाले हम आपको देखा नहीं, जानकारी नहीं, उन्होंने हमें त्याग किया हुआ वो अवसर भी होगा. എത്ര വലിയ വേദനയിലൂടെയും പരീക്ഷയിലൂടെയും നാം കടന്നു പോകുന്നുണ്ട് എങ്കിൽ തന്നെയും ഇതും നമ്മൾ അതിജീവിക്കും. इतनी वेदना कष्ट सहज कर गुजरने वाले हो, ये भी हम सहज लेते हैं. ഭാവിയെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്കറിയില്ല. നാം ഒരു കാർമേഘാവൃതമായിട്ടുള്ളതായ ഒരു അന്തരീക്ഷത്തിലൂടെ നീങ്ങുകയായിരിക്കാം. भविष्य के बारे में जानकारी नहीं, जो आकाश की मेघ की नाई हम जाने वाले होगा. എന്നാൽ നാം വിശ്വാസത്താൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. विश्वास की झंडा पकड़कर आगे बढ़ते हैं. നമ്മെ നയിക്കുന്നത് യേശു കർത്താവത്രേ. हमें चराने वाला चरवाहा हमारा मसीह है. നാം വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. हम विश्वास के साथ भी साथ जीते हैं. ഈ പ്രഭാതത്തില് നാം എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു, വളരെ പ്രതീക്ഷയോടുകൂടി അത്രേ. आज सुबह ही वक्त हमारा मसीह की ओर आया है, इतनी विश्वास और आशा के साथ है. പോൾ യോങ്കിച്ചോയുടെ സഭയിലെ ജനങ്ങള് അതിരാവിലെ 5 മണിക്ക് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകള് വളരെ ശ്രദ്ധയോടുകൂടി ആ ആരാധനയിൽ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ വേണ്ടിയും സർവവും മറന്ന് ജീവിതത്തെ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായ ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. पोल योंगिचो की मंडली में सुबह 5 बजे उठकर
वहां पर आकर हजारों हजारों लोग आकर प्रार्थना में जागते ही रहते हैं, लाउलिन रहते हैं। അത് അവരുടെ ഒരു ശീലമാക്കി അവർ വെച്ചിരിക്കുന്നു. उन्होंने दिनम प्रति ऐसी उन्होंने आदत बढ़ गया है। ആ, നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നതിന്റെ എന്താണ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. आज ये प्लेटफॉर्म में आया और इसका अमुक बात क्या होता है हम देखेंगे। യേശു ജീവിക്കുന്നു എന്നും ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നും ഉള്ളതിന്റെ തെളിവത്രേ നാം എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നത്. यीशु जिंदा है, हम यीशु में जीवित है, इसकी सबूत है हम सुबह ही वक्त मसीह की ओर आए हुए बात। കഴിഞ്ഞ കാലങ്ങളിലും അനവധി പ്രശ്നങ്ങളുടെ മധ്യേ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു. അതുകൊണ്ടത്രേ നാം അവന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. बहुत सारे क्लेश दुख भोगना पड़ा, उसमें से प्रभु ने हमको बचाया। इसकी अनुग्रह प्राप्त करने के लिए हम मसीह की ओर आया है। ഇനിയും നിരവധി പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. और अभी और भी कई प्रश्नों से हम गुजरते हैं। അതെ, ഇതുവരെ നമ്മെ നടത്തിയ ദൈവം ഇനിയും ഉള്ളതായ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അത്രേ നാം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. अभी भी हमारा जिंदगी को परखा है, छुआ है, अभी भी बचाया है और अभी भी बचाएंगे, सोच समझ कर मसीह में हम आया है। നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ നിരവധിയായിട്ടുള്ളതായ അത്ഭുത പ്രവർത്തികൾ, ദൈവ പ്രവർത്തികൾ കണ്ടവരത്രേ. आज तक हम पीछे मोड़ कर देखेगा तो मसीह में से कई प्रकार की प्रश्नों से परिवार हम देखा है, परीक्षा में से बच गया हुआ लोग है। നമുക്കറിയാം, നമുക്ക് വേണ്ടി വഴി ഒരുക്കുന്നതായ ഒരു കർത്താവത്രേ നമുക്കുള്ളത്. हमको जानकारी है हमारे लिए रास्ता सीधा करने वाला एक मसीह है हमारा। അനവധി അത്ഭുതങ്ങൾ, പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിച്ചവരത്രേ നമ്മൾ. बहुत सारे सवाल को जवाब मिला हुआ, परीक्षा में विजय पाए हुए लोग हैं हम। നമ്മെ വെല്ലുവിളിച്ചു നിൽക്കുന്നതായ നിരവധി പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കുന്നു എങ്കിൽ തന്നെയും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതായ ദൈവത്തെ, അവന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ തക്കവണ്ണം, അവനെ സ്തുതിക്കുവാൻ തക്കവണ്ണം നാം ഇവിടെ ആയിരിക്കുന്നു. और कई प्रकार के प्रश्नों हमारे ओर आया, सारे प्रश्नों से प्रभु हमें बचाते हैं। ദാനിയേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ശീലമായിരുന്നു രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടമടക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത്. दानियल की एक आदत था, और सुबह या दोपहर और शाम के वक्त खिड़की खोलकर प्रार्थना करना एक आदत पड़ गई है। രാജകൽപ്പന തനിക്കെതിരായിരിക്കുന്നു, രാജാവിനെ നമസ്കരിക്കാത്തത് കൊണ്ട് തന്നെ സിംഹത്തിന്റെ കുഴിയിൽ ഇടുവാൻ പോവുകയാണ്. എങ്കിലും അവൻ ധൈര്യമായിട്ട് നിന്നത് അവൻ പ്രാർത്ഥിക്കുന്ന ശീലമുള്ള വ്യക്തിയായിരുന്നത് കൊണ്ടത്. दानियल को जानकारी मिली, सिंह की गुफा में डालने के लिए राजा की हुकूमत है, अधिकार है, डालने का अवसर आ गया है, लेकिन उनका आदत है 3 बार दिनम प्रति प्रार्थना करते ही जाते हैं. നമ്മെ പോലെ പ്രശ്നം വരുമ്പോൾ ഓടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്ന ശീലമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം എല്ലായ്പ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്റെ ഒരു ശീലമായിരുന്നു. हमारा आदत यही है, और हमारा प्रश्न आता है, प्रश्न के समय में प्रार्थना के लिए आते हैं, लेकिन दानियल ऐसा नहीं, हर दिन सुख सुखी दुख वो समय भी प्रार्थना में लगातार लगे रहे थे. പൗലോസ് തന്റെ കപ്പൽ യാത്രയിൽ കപ്പൽ അത് തകർന്ന് 3 ദിവസം പലകയിൽ പിടിച്ചുകൊണ്ട് സമുദ്രത്തിൽ നിൽക്കുകയായിരുന്നു. और प्रेरित पौलुस ने जहाज में यात्रा कर रहा था, तब जहाज टूट गई, उसका पाटियों लाफा पकड़कर 3 दिन समुद्र में जीवन रखा.
താൻ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവനായതുകൊണ്ട് തന്റെ പ്രതിസന്ധി ഘട്ടത്തില് ഈ ദൈവം തന്നെ താങ്ങുകയുണ്ടായി. प्रेरित पौलुस ने निरंतर प्रार्थना करते ही रहते थे। इसी कारण में उनका प्रतिकूल परिस्थिति में भी प्रभु ने उनको रक्षक होकर उनका साथ रखा। തന്റെ കയ്യിൽ മാരക വിഷമുള്ളതായ പാമ്പ് ചുറ്റിയപ്പോൾ തനിക്ക് അത് കുടഞ്ഞു കളയുവാൻ കഴിഞ്ഞത് കാരണം അവൻ ദൈവവുമായിട്ട് ബന്ധമുള്ളതായ പ്രാർത്ഥനാ ശീലമുള്ളതായ ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ടത്രേ. मृत्यु तक पहुंचने की इतने घोर ऐसा जरा से भरा हुआ सर्प पौलुस के हाथ में काट दिया, फिर भी और पौलुस इतने हिम्मत पाकर प्रार्थना में लगे रहा। इसी कारण में ये सर्प को आग में डाल दिया है। ആ പ്രതികൂലം വന്നപ്പോൾ തനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. यो प्रश्नों में घुटना टेकर प्रार्थना नहीं कर सकते हैं। എന്നാൽ തന്നെ നിലനിർത്തിയത് തന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരുന്നു. और उनको बसने दिया। निरंतर प्रार्थना में पौलुस ने लगे रहा। इसी कारण में ഇവിടെ നാം വായിച്ചു കേട്ടതായ ഭാഗത്ത് അഗ്രിപ്പ ഹെരോദ് അഗ്രിപ്പ ഒന്നാമൻ പത്രോസിനെയും തന്റെ സഹോദരൻ യാക്കോബിനെയും അറസ്റ്റ് ചെയ്തു. याकूब और अग्रिप्पा बादशाह ने और पत्रोस याकूब ये दोनों को और घेर लिया। അതുവരെയും ക്രിസ്തീയ സഭയ്ക്ക് നേരിട്ടതായ വെല്ലുവിളി എന്ന് പറയുന്നത്, പീഡനം എന്ന് പറയുന്നത് തീവ്രവാദികളായ യഹൂദന്മാരാലായിരുന്നു. और इतने तीव्र स्वभाव में यहूदियों ने नहीं और ईसाई नाम अभी बड़ा उन्होंने मुसीबत काटना दिया। ഇതാ ഇപ്പോൾ ദൈവസഭയ്ക്കെതിരായിട്ട് ഗവൺമെന്റും കൂടിയും യഹൂദന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. और पवित्र आत्मा के काम शुरू हो गया और यहूदियों और उसका गवर्नमेंट तरफ से भी ये मिलजुल कर यीशु मसीह का सेवकाई का विरोध में काम करने के लिए शुरू किया। ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചതുകൊണ്ട്, സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് യാക്കോബിനെയും അദ്ദേഹം ശിരച്ഛേദം ചെയ്ത് കൊന്നുകളഞ്ഞു. और यीशु मसीह के गवाह होकर खड़ा हुआ। मसीह के लिए जी इसी कारण में याकूब को सिर काट दिया है। തന്റെ പ്രവൃത്തി യഹൂദന്മാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ബോധ്യമായപ്പോൾ താൻ പത്രോസിനെയും ജയിലിൽ തടവിലാക്കി. याकूब के सिर काटने के बारे में यहूदियों को प्रसन्न हो गया। ये सोच समझकर पत्रोस को भी पकड़कर जेल खाने में डाल दिया है। ഒരു ഭരണാധിപന് പ്രസംഗകന്റെ അല്ലെങ്കിൽ ദൈവവചനം ഘോഷിക്കുന്നവന്റെ നാവിനെ അടയ്ക്കുവാൻ കഴിയുമായിരിക്കും. और शायद हो हुकूमत करने वाले अधिकारियों शायद परमेश्वर की वचन की घोषणा करते हैं, घोषणा की और जीभ को बंद कर सकते हैं। ദൈവ വിശ്വാസികളെ പീഡിപ്പിക്കുവാൻ കഴിയുമായിരിക്കാം. और परमेश्वर पर विश्वास रखने वालों को पीड़ित कर सकते हैं। എന്നാൽ ദൈവം വരദാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നതായ ആ പ്രാർത്ഥിക്കുവാനുള്ളതായ കൃപ ആർക്കും നമ്മിൽ നിന്നും എടുത്തു കളയുവാൻ കഴിയില്ല. और मसीह ने वरदान दिया है, जो वरदान हमारे में से छीन ले नहीं सकता है। ഇവിടെ നാം ചിന്തിക്കേണ്ടത് പത്രോസിനെ തടവിലാക്കിയും അതുപോലെ യാക്കോബിനെ കൊന്നുകളഞ്ഞു. और याकूब को सताया, पत्रोस को भी जेल खाने में बंदी गृहों में बंदी बनाया। യാക്കോബിനെ കൊന്നുകളഞ്ഞു. അതെന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല. याकूब को सताया, इसका कारण क्या है पता नहीं है। അത് ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു എന്ന് നമുക്കറിയില്ല. और मसीह ने उनको अनुमति क्यों दिया पता नहीं है। എന്നാൽ പത്രോസിനെ കൊന്നുകളഞ്ഞില്ല, അവനെ തടവിലാക്കിയതേ ഉള്ളൂ. और प्रेरित पत्रोस को सताया नहीं, लेकिन जेल खाने में डाल दिया। ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, പത്രോസിനെയും ജീവനോടെ ശേഷിക്കുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചത് സഭയുടെ നിരന്തരമായ ശക്തിയോടുകൂടിയ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു.
प्रेरित पत्रोस को जेल खाने में डाल दिया और बेचाया मंडली समेत विश्वासिगणों इतनी हिम्मत से प्रार्थना में लवलिन रहा. ചില കാര്യങ്ങൾക്ക് വളരെ ദീർഘനാളായി നാം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത അവസ്ഥയിലായിരിക്കാം. कई चीज बातों को इतनी दूर तक प्रार्थना किया, उसको जवाब नहीं मिलता है. നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശയോടുകൂടിയായിരിക്കുന്നു. और फिर भी हमारा मसीह के सामने इतनी आशा के साथ है. ഒരു നാൾ നമ്മെ ദൈവം വിടുവിക്കും. वो एक दिन प्रभु ने हमको बचाएंगे. അത് ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. मसीह के काम कार्य प्रकट हो जाएंगे. അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഡിലേ വരുന്നു എന്ന് പറഞ്ഞ് അത് പ്രാർത്ഥനയെ ദൈവം അത് നിരസിച്ചു കളഞ്ഞു എന്നല്ല അർത്ഥം. और हमारा प्रार्थना की जवाब के लिए देरी लगेगा तो भी इसकी अर्थ मसीह हमको इनकार नहीं किया. ദീർഘനാളായി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും ദൈവം ഒരു നാൾ അതിന്റെ മേൽ ജയം നമുക്ക് നൽകുകയും അത് ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീരുകയും ചെയ്യും. और हमारा प्रार्थना निरंतर होते रहते हैं. शायद हम प्रार्थना करने का समय तुरंत हमको जवाब नहीं मिलेगा तो भी और मसीह ने एक दिन उसको जवाब देंगे. 38 വർഷമായി ഒരുത്തൻ കുളക്കരയില് ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. 38 वर्ष से एक कुआं के किनारे में एक व्यक्ति ने और चंगाई के लिए जागते ही रहते हैं. എത്ര ദീർഘനാളുകളായിട്ട് അവൻ തന്റെ പ്രാർത്ഥനാ വിഷയമായിട്ട് അവിടെ ആയിരിക്കുന്നു. और इतने वर्ष तक प्रार्थना में निरंतर जागते ही रहते हैं. എന്നാൽ പിന്നത്തേതിൽ മനസ്സിലായി യേശു കർത്താവ് അവിടെ വരികയും അവനെ സൗഖ്യമാക്കുകയും ചെയ്തു. और आगे के दिन में मसीह वहां पर आया, उनको चंगाई दिया है. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നത് ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീർന്നു. और वो इन्हें प्रार्थना करते ही जागते रहते थे और मसीह के नाम की महिमा के कारण के लिए. അതുകൊണ്ട് നാം നിരാശപ്പെട്ടു പോകരുത്. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാകുന്നു. प्रार्थना करने वालों निराशित ना हो और हमें बुलाहट दी, वो विश्वास योग्य है. പ്രതിസന്ധികളിലൂടെ, കഷ്ടങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ ദൈവമക്കൾ കടന്നു പോകുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, അതും ദൈവ നാമ മഹത്വത്തിന് മുഖാന്തരമായി തീരും. मसीह की और प्रार्थना में लवलिन रहते हैं जो लोगों की विश्वास को तोड़ने के लिए कई प्रकार की परीक्षा में गुजरना पड़ते हैं, लेकिन जवाब मिलता है समय पर मसीह की महिमा के कारण के लिए. അതികഠിനമായ ആസ്മാ രോഗത്തിലൂടെ ഞാൻ കടന്നുപോയിട്ടുള്ളതായ ചില വർഷങ്ങൾ ഉണ്ടായിരുന്നു. परमेश्वर की दास इतने जन्म बीमार की हाल से और जीवन बिताए हुए अवसर थे. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം ഒരു നാൾ എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അത് എന്റെ വിടുതലിന്റെ ദിവസമായിരുന്നു. इतने दीर्घ वर्षों में ऐसा बीमार की हाल में जीवन बिताया, लेकिन एक दिन मसीह की हाथ हमारे में छुआ है. ഞാൻ ഒരു ദർശനത്തില് ദൈവത്തിന്റെ ദൂതനെ കാണുകയുണ്ടായി. एक दिन में मसीह की स्वर्गदूतों को दर्शन के साथ मैं देखा है. ആരോഗ്യവാനായ ഒരു യോദ്ധാവിന്റെ രൂപത്തില് എന്റെ അടുക്കൽ വളരെ പുഞ്ചിരിയോടുകൂടി കടന്നു വന്നതായ ദൈവദൂതൻ. इतनी आरोग्य तकड़ा एक जवान की नाई स्वर्गदूत ने परमेश्वर की दास की ओर आया है. എനിക്ക് ആരോഗ്യവും ശക്തിയും അതോടുകൂടി ലഭിച്ചു. परमेश्वर की दास को और आरोग्य और चंगाई उनको मिल गया है. എന്റെ രോഗം എന്നേക്കുമായിട്ട് സൗഖ്യമായി. सदा दिन के लिए चंगाई दी है. അതെ, എന്നെ പോലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലുള്ളതായ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടന്നത് അത് തെളിവായിട്ട് പറയുവാൻ കഴിയും. और हमारे शब्द सुनने वाले सबों को गवाही देने के लिए अवसर देगा, तो मसीह ने किए हुए आश्चर्य काम के बारे में कहने के लिए बहुत सारे बात है. അതെ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുകയും അത് ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീരുകയും ചെയ്തു.
और वो मसीह की कार्य हमारे में किया करता है, मसीह का नाम की महिमा के लिए। പിന്നെ എന്തിനാണ് ദൈവം ഇതിലൂടെയൊക്കെ നമ്മെ കടത്തിവിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നങ്ങളുടെ മധ്യേയും തളർന്നു പോകാതെ വീണു പോകാതെ നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം നമ്മെ ദൈവം പ്രാപ്തരാക്കുന്നതിന് വേണ്ടി അത്രേ. हमें परीक्षा में जाने देते हैं, परीक्षा में डालते हैं और कई प्रकार के प्रश्नों से जाना देते हैं। कारण यही है, परीक्षा में विजय पाने के लिए है। നിങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കുകയും നാം അതിൽ നിന്നും പുറത്തു വരികയും ചെയ്യുമ്പോൾ മറ്റനേകർക്ക് നിങ്ങളുടെ ജീവിതം ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു പ്രചോദനം അത്രേ. हम परीक्षा में विजय पाते हैं और ऐसा प्रकार की शैतान की जुल्म से रक्षा होता है, तब हमारा जीवन की विश्वास बढ़ाने के लिए है। നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകാൻ കർത്താവ് അനുവദിക്കുന്നത് തന്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി അത്രേ. हमें ऐसा प्रश्नों से परीक्षा में डालकर उसमें से जीवन विधाने के लिए देता है, हम विश्वास में स्थिर रहने का और पक्का हो जाने के लिए है। പത്രോസിനെ അത് അറസ്റ്റ് ചെയ്യുവാൻ ദൈവം അനുവദിച്ചു. और प्रेरित पत्रोस को घेर लेने के लिए मसीह ने अनुमति दी है। എന്നാൽ ദൈവം അങ്ങനെ അനുവദിക്കാതെ അവനെ അറസ്റ്റ് ചെയ്യാതെ അവനെ സൂക്ഷിക്കാമായിരുന്നു. शायद वो मसीह को उनको घेर लेने के लिए अनुमति ना दे सकते थे। പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്ന് തെളിയിക്കുവാൻ ഈ സംഭവം മുഖാന്തരമായി തീർന്നു. विश्वासिगण एक मिलकर एक चित्त होकर प्रार्थना करते ही रहते थे, जो उसको जवाब मिलता है, ये बात यहाँ पर पक्की कर दी है। രണ്ട് പട്ടാളക്കാരുടെ ശരീരവുമായിട്ട് പത്രോസിന്റെ ശരീരത്തെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. दो सेना के साथ प्रेरित पत्रोस की शरीर जंजीर से बांध ली है। മൊത്തം 16 പട്ടാളക്കാരത്രയും താൻ അത് ജയിൽ ചാടി പോകാതിരിക്കുന്നതിന് വേണ്ടി കാവൽ ഭടന്മാരായിട്ട് അവിടെ നിലയുറപ്പിച്ചിരുന്നത്. और प्रेरित पत्रोस जेल खाने में थे, 16 सेनाओं के बीच में उन्होंने रहा था। എന്നാൽ പത്രോസ് അവിടെ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. इतने प्रतिकूल समय भी प्रेरित पत्रोस ने 16 सेनाओं की सिपाहियों के बीच में अच्छा मीठी नींद में थे। അതെ, കടൽ ശോഭിച്ചിരിക്കുമ്പോൾ കൊടുങ്കാറ്റം അത് ആഞ്ഞടിക്കുമ്പോൾ ശിഷ്യന്മാർ നിലവിളിച്ചപ്പോൾ യേശു ശാന്തമായി ആ ബോട്ടിൽ ഉറങ്ങുകയായിരുന്നു. और समुद्र की लहरा इतने बड़ा आधी तूफान से हिल गई और लहरें इतने उड़ गई, उसी समय भी यीशु मसीह सीधा शांत होकर जहाज में सो रही थी। ഈ പ്രശ്നത്തെ അതിജീവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് അതിന് കഴിയും എന്ന് പത്രോസ് വിശ്വസിച്ചു. ये कितने लहरा है, प्रश्न आए, हर प्रश्न के अंदर जवाब मिलने वाला देने वाला मसीह बचाएंगे, इतने पत्रोस को विश्वास है। തന്റെ പ്രശ്നങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അതെ നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പത്രോസ് അങ്ങനെ എല്ലാ ആകുല ചിന്തകളും മാറ്റിവെച്ചിട്ട് അവൻ സ്വസ്ഥമായിട്ട് ഉറങ്ങി. भजन संगीत वाला ने यही बात दी, तेरी कुछ प्रश्न बोझ हो और परमेश्वर के कंधे पर डाल। ये वचन के आधार पर पत्रोस के विरोध में आए हुए सारे और प्रश्न मसीह के ऊपर रखते हुए आराम से नींद में है। ദൈവമാണ് സകലവും നിയന്ത്രിക്കുന്നത് എന്നുള്ള ഉത്തമമായ വിശ്വാസം പത്രോസിനുണ്ടായിരുന്നു. सब कुछ नियंत्रित में है, चराने वाले हमारा मसीह है, ये विश्वास के साथ में साथ पत्रोस नींद में है। ഈ യൗവനകാലത്ത് താൻ മരിച്ചു പോകുമെന്ന് പത്രോസ് വിചാരിച്ചില്ല. കാരണം
തനിക്കൊരു വാഗ്ദത്തമുണ്ട്, താൻ അന്ന് പ്രായമായതിനു ശേഷം മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് താൻ വാഗ്ദത്തം കേട്ടവനത്രേ. ये जवानी दिशा में तान मरेगा नहीं और बुजुर्ग होकर मसीह के लिए जिएंगे करेंगे, मसीह उठाएंगे, मसीह का है, ये सोच समझ कर पत्रोस जीवन बिताया। എന്നാൽ ഈ സമയത്ത് സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. यही घटना में मंडली समेत प्रार्थना में लवलिन रहे थे। പത്രോസിന്റെ വിടുതലിന് വേണ്ടി ആബാലവൃദ്ധം ജനങ്ങൾ ശ്രദ്ധയോടുകൂടി ഉപവാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. और पत्रोस को छुटकारा मिलने के लिए, ये जेल खाना में बाहर आने के लिए मंडली समेत एक चित्त एक मन होकर 12 सब मिलकर प्रार्थना में लवलिन रहा था। ഓരോ വിശ്വാസികളും പത്രോസിനെ സ്നേഹിച്ചിരുന്നു, അതുകൊണ്ടത്രേ അവർ പ്രാർത്ഥിച്ചത്. प्रत्येक व्यक्तियों पत्रोस के लिए निरंतर प्रार्थना में लवलिन रहे थे। പ്രതിസന്ധിയിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല. और ऐसा प्रश्नों में जाते हैं, वो भाइयों के लिए इतनी और वेदना के साथ हम प्रार्थना करता नहीं है। നാം മിക്കവാറും സ്വാർത്ഥന്മാരായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. हम अपने आप को बोझ उठाकर और हम प्रार्थना करते ही रहते हैं। എന്നാൽ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചതായ സഭയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ നിർവ്യാജമായിട്ട് പത്രോസിനെ സ്നേഹിച്ചു. और पत्रोस के लिए प्रार्थना किए हुए मंडलियों और निर्व्याज मन से, इसके मतलब इसका बीच में कुछ गड़बड़ नहीं, इतनी प्रेम में प्रार्थना करते ही रहते थे। ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നതായ നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അത് അത്ര ഗൗരവമായിട്ട് എടുക്കാറില്ല. കാരണം നമ്മൾ മറ്റുള്ളവരെ അങ്ങനെ അങ്ങ് സ്നേഹിക്കുന്നില്ല. और हमारे में यही बात है, और इतने मूल्य देते हुए हम निरंतर प्रार्थना करता ही नहीं है। അതെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. हम सबों को प्रार्थना की हाथ मिलाना आवश्यकता है। ഒരാൾ മറ്റുള്ള വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അയാളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും. एक दूसरे के लिए दूसरों को वेदना वो बोझ उठाकर हम प्रत्येक लोग प्रार्थना करते ही रहेगा तो वो प्रश्नों से प्रभु हमें बचाते हैं। സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ച് ആ ജയിലറയിൽ ഒരു വലിയ അത്ഭുതം ചെയ്തു. और मंडली समेत इतनी प्रार्थना में जागते ही रहा, इसी कारण में मसीह ने उनका दूतों को भेजकर जेल खाना में से पत्रोस को बचाया है। ദൂതൻ നോക്കിയപ്പോൾ ഇവിടെ ഒരാള് നമ്മൾ പറയുന്ന പോലെ കൂർക്കം വലിച്ച് ഉറങ്ങുകയായിരുന്നു, ഗാഠനിദ്രയിലായിരുന്നു. और दूतों ने देखा एक व्यक्ति इतनी मीठी नींद में थे। ആ ജയിലറയിലെ ഒരു വലിയ പ്രകാശമുണ്ടായി. वो जेल खाने के अंदर इतने ज्योति आया है। അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൂതൻ ഇറങ്ങിയപ്പോൾ ഉണ്ടായതായ ആ ഒരു വെളിച്ചമായിരുന്നു. और स्वर्गीय दूतों ने आया, वो ज्योति वहां पर प्रकाशित हो गया। എന്നാൽ പത്രോസ് ഇതൊന്നും അറിയുന്നില്ല. पत्रोस को इसके बारे में कुछ जानकारी नहीं है। കുറെ നാളായിട്ട് അദ്ദേഹത്തിന് ഉറങ്ങുവാൻ പോലും സമയം കിട്ടാതെ വളരെ വളരെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വളരെയധികം അദ്ദേഹം ബിസി ആയിരുന്നു. और प्रेरित पत्रोस को नींद के लिए सोने के लिए अवसर नहीं मिलते, और उन्होंने परमेश्वर की सेवकाई के लिए आगे बढ़ते ही रहते थे। താൻ ജയിലിലായിരിക്കുമ്പോൾ തനിക്കൊന്ന് വിശ്രമിക്കുവാനുള്ള സമയം കിട്ടിയല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു. और जेल खाने में है और अच्छा थोड़ा आराम करने के लिए अवसर मिला है, इस बारे में वो आनंद मगन हुई है। ദൂതൻ അവിടെ നോക്കി നിന്നിട്ട് ഈ പത്രോസ് എന്താ പത്രോസ് ഇതൊന്നും അറിയുന്നില്ല. और वहां पर पत्रोस है, पत्रोस को कोई जानकारी नहीं है। പിന്നെ ദൂതൻ ഇറങ്ങി വന്ന് തനിക്ക് ഒരു അടി കൊടുത്തു. स्वर्गदूत ने आकर प्रेरित पत्रोस को हाथ लगाया, അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. उठाया
തന്റെ ചെരിപ്പിടുവാനും തന്റെ വസ്ത്രം ഇടുവാനും ഒക്കെയും അവനോട് പറഞ്ഞു. और दूत ने पतरस को कहा तेरी जूते पहनो और वस्त्र पहनो। പത്രോസ് വിചാരിച്ചു താനൊരു സ്വപ്നം കാണുകയാണെന്ന്. प्रेरित पतरस ने ये बात सोच विचार की मैं स्वप्न में है। അപ്പോ ഒന്നാം കാവലും രണ്ടാം കാവലും കഴിഞ്ഞിട്ട് ദൂതന്റെ അകമ്പടിയോടുകൂടി ഇതാ പത്രോസ് ആ ജയിലിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. सिपाही सेनाओं वहां पर खड़ा है। पहले दरवाजा खोला, दूसरा दरवाजा खोला और तीसरा भी खोल दिया है। അവസാനം ഒരു പട്ടണത്തിലേക്ക് തുറന്നിരിക്കുന്ന അതിനുള്ളതായ കവാടമായിട്ടുള്ളതായ ഒരു ഇരുമ്പ് ഗേറ്റ് ഉണ്ട്, അത് അടഞ്ഞിരിക്കുക എത്ര ചെയ്യുന്നത്. और वहां पर शहर की फाटक थे और लोहा से बनाया हुआ वो फाटक भी अपने आप स्वयं खुल गया है। ആ ഇരുമ്പ് ഗേറ്റും സ്വതവേ അത് തുറന്നു. और लोहा की वो गेट भी दरवाजा भी स्वयं ऐसा खुल गया है। അപ്പോ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ അവിടെ നിന്നതായ പട്ടാളക്കാര് അവര് അത് എന്താണ് സ്റ്റാച്യു പോലെ ബിംബങ്ങളെ പോലെ അവിടെ നിൽക്കുന്നു. वहां पर ये जेल खाने की अंदर 16 सेनाओं है, बाहर भी है बहुत सेना। उन्होंने एक मूर्ति की समानता में हो गया। അപ്പോ സഭ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. मंडली समेत प्रार्थना में लवलिन रहते हैं। ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. मसीह ने वो निरंतर देखते रहते हैं। അതെ, പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. प्रार्थना चलता है वहां पर अद्भुत आश्चर्य काम होता है। നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. हम प्रार्थना करते हैं, मसीह ने देखते ही रहते हैं। സഭ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, പത്രോസ് ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. और मंडली प्रार्थना करते हैं, पत्रोस ने सोते रहते हैं, मसीह ने देखते रहते हैं। പട്ടാളക്കാരാണെങ്കിൽ ഇതെല്ലാം കാഴ്ചക്കാരെ പോലെ അനങ്ങുവാൻ നിവൃത്തിയില്ലാതെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. सेनाओं सिपाहियों ने उन्होंने हिल नहीं सकता है, इसके खंभा गिराई हो गया। അപ്പൊ ദൈവത്തിൻ്റെതായ ഒരു മൂവ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. मसीह की मसीह चलाते हैं, वो आश्चर्य वो वहां पर चल रहा है। ദൈവം തന്റെ ദൂതനെ അയച്ച് തന്റെ പ്രിയപ്പെട്ടവനെ വിടുവിച്ചു. और मसीह ने और पत्रोस को बचाया, दूतों को भेजकर बचाया, वो आश्चर्य काम है। അപ്പോൾ പത്രോസിന്റെ ജീവിതത്തില് തന്നെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കുകയും ഒക്കെ ചെയ്തു എങ്കിലും അത് ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീർന്നു. पत्रोस को जेल खाने में डाला और इतनी ऐसी हाल परमेश्वर के नाम की महिमा के कारण बन गया है। നമ്മുടെ ജീവിതത്തിൽ അനവധി പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അതിൽ നിന്നും നമ്മെ വിടിവിക്കുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. और कई प्रकार के प्रश्नों में गुजर जाते हैं, बचाने के लिए मसीह की आत्मा हमारा साथ अभी भी काम कर रहा है। നമ്മുടെ ഉയർച്ചയെ എത്രമാത്രം സാത്താൻ തടഞ്ഞാലും അതിൽ നിന്നും നമ്മെ വിടിവിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. हमारे कष्ट, हमारे दुख, हमारे वेदना के समय बचाने के लिए स्वर्गदूत हमारा साथ भी साथ है। ചില കാര്യങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. और हमारे विश्वासीगणों के जीवन में कई प्रकार की शोधना वेदना आता है, मसीह की हुकूमत उसके ऊपर है। ശദ്രക് മേശക് അബേദ്നെഗോവിനെ തീയിലിടാതെ ദൈവത്തിന് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താമായിരുന്നു. चंद्रक मेषक अबेदनो तीनों बालकों को आग की भट्टी में डाल बिना रक्षक होकर रक्षा कर सकते थे। ദൈവം അത് ഒരു ചലഞ്ചായിട്ട്, ഒരു വെല്ലുവിളിയായിട്ട്, പിശാചിന്റെ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുകയും ദൈവം അവനോട് അനുവദിച്ചു, നീ പിശാച് നീ ചെയ്യാവുന്ന എല്ലാം ചെയ്തുകൊള്ളൂ, നമുക്ക് കാണാമെന്ന് പറഞ്ഞു. और शैतान ने ये काम कार्य की
और यहोवा परमेश्वर ने देखा, तू जो कुछ करना चाहे तुम करो, हम आगे देखेंगे. അപ്പൊ ഈ പ്രതിസന്ധിയൊക്കെയും എന്തിന് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി. ये शोधना, ये वेदना, ये पीड़ा, और उसमें से हम रक्षा का होने के लिए रक्षक होकर मसीह ने आकर हमारे लिए काम किया करेगा. അങ്ങനെ അനവധി പ്രതിസന്ധികളിലൂടെ ആർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി കണ്ടവരത്രേ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. और ऐसी प्रकार की बहुत प्रश्नों से रक्षक होकर रक्षक ने आकर हमें बचाया और अद्भुत कार्य किए पाए हुए लोग मेरा सामने बैठा है. ഈ പ്ലാറ്റ്ഫോമിലുള്ളതായ വ്യക്തികളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ബോധ്യം വരും, ഇവർ പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, അവരുടെ ജീവിതങ്ങളിൽ ദൈവപ്രവൃത്തി അവർ കണ്ടവരാണ്, ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് കൊണ്ടത്രേ അവർ പിന്നെയും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് എന്ന്. ये प्लेटफॉर्म में बैठे हुए लोगों को देखते हुए और उन्होंने कहने के लिए है, ये लोग ऐसे ही इकट्ठे होते हैं, मसीह के काम कार्य उन्होंने पाया है, आश्चर्य काम मिले हुए लोग है, हर शैतान के कामों से बच गया हुआ लोग है, विश्वास में इतने निर्णय में जाने वाले हैं, मालूम पड़ सकते हैं. അത് പ്രതിസന്ധി മധ്യേ നാം ദൈവത്തോട് ശ്രദ്ധയോടുകൂടിയും ഇടപെടാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയും ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. और हमारा ऐसे प्रश्नों में हमारा मसीह ने उतर कर तुरंत हाथ मिलाकर हमको बचाते हैं, हम देखते रहते हैं. 2 ദിനവൃത്താന്തം 7:14. दूसरा इतिहास 7वां अध्याय की 12वां पद. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. वचन यही दिया है. तब यहोवा ने रात में उसको दर्शन देकर उससे कहा, मैंने तेरी प्रार्थना सुनी और इस स्थान को यज्ञ के भवन के लिए अपनाया है. അതെ, ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. और मसीह ने हमारा आज की स्थिति को बदल डालेंगे. ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യം അങ്ങനെ തന്നെ ഇരിക്കാം എങ്കിലും ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. हमारा स्थिति ऐसी हाल है होवे तो भी हमारा स्थिति को बदल डालने के लिए प्रभु की और योजना है. അതെ, പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിലെ പരീക്ഷകളെ അതിജീവിച്ചുകൊണ്ട് യോബിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അതത്രേ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ളതായ ആഗ്രഹം. हम प्रश्नों से जाते हैं, हमारे जीवन में कोई बहुत सारे परीक्षा है. आयोब ने यही कहने लगा, मेरा परीक्षा में विजय पाकर सोना की नाई ताया हुआ, सोना की नाई में बाहर आऊंगा. ഈ ലോകത്തിലെ തിളങ്ങുന്ന ഒരു മുത്തായി നിന്നെ മാറ്റുവാൻ തക്കവണ്ണം ഈ അഗ്നി പരിശോധനയുടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് അങ്ങനെ നിന്നെ ചെയ്യുവാൻ കഴിയും. और हम परीक्षा में गिरते हैं, ये परीक्षा विजय पाकर एक मोती की नाई और मसीह के लिए इतने बहुमूल्य वस्तु होकर बाहर आने के लिए प्रभु ने हमें उपयोग में लाएंगे. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറഞ്ഞത്, ഞാൻ കഷ്ടതയിലും സങ്കടത്തിലുമായത് നന്നായി എന്ന്. इसी कारण में दावीद ने यही बात दी, मैं कष्ट शोक भोगना पड़ा, ये परीक्षा विजय होकर परमेश्वर की काम कार्य विजय के साथ प्रजत करने के लिए है. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവം എന്ന് കണ്ടുകൊണ്ട് നാം ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്നത് കാരണം യഹോവ നല്ലവനെന്ന് നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞത് കൊണ്ട് ദൈവം അത് തെളിയിച്ചത് കൊണ്ടത്രേ. और हमारा परीक्षा में जो प्रश्नों से प्रभु ने परिहार कर दिया, हमारा प्रार्थना को जवाब दिया, हम परमेश्वर की महिमा से रहते हैं,
इसी कारण में हमारे ये प्लेटफॉर्म में आकर मसीह को स्तुति आराधना देता है। ഹെരോദ് അഗ്രിപ്പ ഒന്നാമൻ യാക്കോബിനെ കൊന്നതുപോലെ പെസഹ കഴിഞ്ഞതിന് ശേഷം പത്രോസിനെയും കൊല്ലുവാൻ തക്കവണ്ണം അവൻ തീരുമാനിച്ചിരിക്കുകയാണ്. ये हेरोदा ने अग्रिप्पा ने ये सोच विचार की, याकूब के सिर काट दिया, गला काट दिया, इसे नहीं पेसहा के पर्व की आगे दिन में पतरोस को भी सताने के लिए उन्होंने इतनी आशा भेरी रहता था। തക്ക സമയത്ത് പത്രോസിനെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് അറിയാം. उसी घड़ी में पतरोस को बचाने के लिए मसीह की आत्मा वहां पर कार्य की है। ആ തടവറയുടെ അന്തരീക്ഷം മാറിയത് പെട്ടെന്നായിരുന്നു. ये जेल खाने में आकर ये आश्चर्य काम किया इतने शीघ्र समय में। അതുപോലെ പ്രാർത്ഥനയിൽ നിരന്തരം ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ദൈവപ്രവൃത്തി അതിവേഗത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു. और प्यारों में हमको ये बात निर्णय देता है, हम प्रार्थना में नवनीत रहते हैं, निरंतर प्रार्थना करते रहते, मसीह की समय में उसी घड़ी में मसीह ने हमें जवाब दिया देंगे। എന്റെ വീടിന് സമീപമായിട്ട് ജീവിക്കുന്നതായ കൊച്ചുനാൾ മുതലേ അറിയാവുന്നതായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. परमेश्वर के दास के घर के सामने पड़ोसी होकर रहने वाले एक जवान व्यक्ति थे। അവൻ ആശാരി കുടുംബത്തിൽപ്പെട്ടതായ വ്യക്തിയാണ്. वो व्यक्ति सुधार के परिवार में जन्मा हुआ है। എന്നാൽ പിന്നത്തേതില് അവൻ എന്നോട് പറഞ്ഞു അവന് ആഴമായ ക്രിസ്തു വിശ്വാസത്തിലായിരിക്കുന്നു എന്ന്. आगे के समय में वही ने परमेश्वर के दास की ओर कहने लगा, यीशु मसीह पर हमें विश्वास है, आगे आने के लिए आशा है। അനേകം ആശാരിമാര് പിന്നെ എന്താണ് ആശാരി ഉപദേശിയുടെ ശിഷ്യന്മാരായിട്ട് ഞങ്ങളുടെ നാട്ടിലുണ്ട്. परमेश्वर के दास के देश में हमारा कोटारकरा जगह में एक आचार्य उपदेशी नाम देते हुए एक महान व्यक्ति थे। उसका शिष्य होकर ये सुधार कुटुंब परिवार से आए हुए बहुत सारे लोग हैं। ഞാൻ അടുത്ത കാലത്ത് അറിഞ്ഞത് അവര് ആശാരിമാർക്ക് വേണ്ടി അവർ ഒരു പള്ളി സ്ഥാപിച്ചു എന്ന്. और ऐसे हैं ये सुधार और उसमें से आए हुए बहुत सारे लोगों के लिए एक गिरजाघर भी वहां पर बना कर दिया है। മുഖ്യധാര സഭകളിലെ അവരെ കയറ്റത്തിലായിരിക്കാം. और शायद वो पीछे हटे हुए लोग होगा। കൊട്ടുവടിയും ഉളിയും ഇതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് വിചാരിച്ച് അവരെ മാറ്റി നിർത്തിയത് കൊണ്ടായിരിക്കാം അവർ സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കിയത്. और बड़े बड़े जाति लोग प्रार्थना में आते हैं, उनका बीच में आकर तुम्हारा हथियार लेकर इधर आना नहीं, वो सोच समझकर उन्होंने उन्हीं के लिए एक गिरजाघर बनाया है। അവന് ഒരു മകളുണ്ട്. उसकी एक बेटी है। ആ മകൾക്ക് എന്താണ് നമ്മൾ പറയുന്ന രക്ത ക്യാൻസർ, രക്തത്തിലുണ്ടാകുന്ന ക്യാൻസർ, ലുക്കേമിയ. वो बेटी को लुकोमिया नाम, उसका मतलब रक्त में कैंसर बीमार में थी। വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. और अधिशीघ्र विनाश में हुई। ഡോക്ടർ ഒരു പ്രതീക്ഷയും നൽകിയില്ല. डॉक्टर ने कुछ प्रतीक्षा नहीं दी। എന്നാൽ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. और मंडली समेत इतने विश्वास में सिर रहकर प्रार्थना में लगातार लगे थे। ഓപ്പറേഷൻ സമയമായപ്പോൾ ആ മകൾ ഒരു ദർശനം കണ്ടു. ऑपरेशन के समय में ऑपरेशन थिएटर में वो बेटी ने एक दर्शन देखा है। അവൾ പറഞ്ഞു, ഞാൻ താടിയുള്ളതായ ഒരു പ്രായമുള്ള മനുഷ്യനെ കണ്ടു, അതോടൊപ്പം രണ്ട് ദൂതന്മാരെയും കണ്ടു എന്ന്. और वो बेटी ने ऐसा कहने लगी, और एक बुजुर्ग व्यक्ति और उनका स्वर्ग दो दूधों को भी मैं दर्शन में देखा। ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഞാൻ ചെയ്യാവുന്നത് എന്നെ കൊണ്ട് ചെയ്യുന്ന കാര്യം ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. और डॉक्टर ने ये बात कहने लगी, मैं जितना कर सकता इतना मैं किया है, बहुत सारे प्रतीक्षा ना रखे, कारण इसकी हाल तो गंभीर है। ദൈവം അവിടെ തന്നെ ഇറങ്ങി വന്ന് യേശു തന്നെ അവിടെ ഓപ്പറേഷൻ നടത്തി. और यीशु वो
ऑपरेशन थिएटर में उतर कर आकर यीशु मसीह ने वो ऑपरेशन किया है, ദൈവം തന്നെ ദൂതന്മാരെ അവിടെ അയച്ചു. स्वर्गदूतों को वहां पर भेजा है. തക്ക സമയത്ത് ദൈവത്തിൻ്റെതായ ഇടപെടൽ അവിടെ ഉണ്ടായി. उसी घड़ी में हमारा मसीह की आत्मा के काम कार्य वहां पर हुई है. ഈ ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. यही मसीह आज भी निरंतर काम करते ही रहते हैं. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുവാൻ തക്ക വേണം അത് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടിയും അതുപോലെ തന്നെ ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് ഇരിക്കുക. हम विश्वास के निर्णय के साथ आगे बढ़े. मसीह का काम मसीह के समय में किया करेगा. അപ്പോ അതിവേഗത്തിൽ ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ പോവുകയത്ര ചെയ്യുന്നത്. आज के दिनों में मसीह हमारा इतिहास को बदल डालेंगे. നമ്മുടെ സിറ്റുവേഷൻ മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. हमारा आज की हाल को बदल डाल सकते हैं मसीह को. അല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ച സമയം മുതൽ നമ്മുടെ മറുപടി കിട്ടുന്നവരെയുള്ളതായ ആ ഇന്റർവെൽ പീരിയഡില് ആ ഗ്യാപ്പില് ദൈവം നമ്മെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയാക്കി തീർക്കും. और आज के दिनों में प्रार्थना में देरी होवे तो वो समय के अंदर परमेश्वर दूसरा एक रास्ता खोलकर बदलाहट दिया देगा. സങ്കീർത്തനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. भजन संहिता में ऐसे कहते हैं 30-ാം അധ്യായം 5-ാം വാക്യം. और 30वां भजन संहिता 5वां पद में അതില് നാം ഇങ്ങനെ വായിക്കുന്നത് അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. और 30 5-ാം വാക്യം. 30वां भजन संहिता 5वां पद में क्योंकि उसका क्रोध तो क्षण भर का होता है, परंतु उसकी प्रसन्नता जीवन भर ही होती है. कदाचित रात को रोना पड़ो, परंतु सवेरे आनंद पहुंचेगा. ലാസറിന്റെ സഹോദരിമാർ മാത്രമല്ല ആ നാട്ടിലെ ആബാലവൃത്തം ജനങ്ങളും ലാസറിന്റെ ദേഹവിയോഗത്തിൽ വളരെ ദുഃഖത്തോടു കൂടിയായിരുന്നു. लाजर की मृत्यु को देखते हुए उनके केवल बहनों नहीं, इतने सगा सगियों देखे हुए सारे लोग अफसोस में थे. 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു അവിടെ വരുന്നത്. 4 दिन बीत चुका है, मसीह वहां पर आया है. യേശു പറഞ്ഞു ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് എന്ന്. मसीह ने कहा परमेश्वर के नाम की महिमा के लिए है. യേശു വരുന്നതിന് കാലതാമസം ഉണ്ടായെങ്കിലും അവിടെ സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം. और यीशु आने के लिए देरी होवे तो संभव हो गया क्या है, हमको उसके बारे में जानकारी है. യേശു ലാസറിനെ പുനരുജ്ജീവിപ്പിച്ചത് IC യൂണിറ്റിൽ നിന്നല്ല, മറിച്ച് 4 ദിവസം കഴിഞ്ഞത് മോർച്ചറിയിൽ നിന്നത്രേ. और यीशु मसीह लाजर को बचाया और ICU यूनिट में से नहीं और मोर्चरी में से बचाया है. അതുകൊണ്ട് പ്രാർത്ഥന ഒരു ശീലമാക്കാം. इसी कारण में प्रार्थना निरंतर लगे रहो. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. और ऐसा आदत आया हुआ लोगों के लिए मैं प्रार्थना करते हैं. കാരണം നാം എല്ലാവരും ദൈവപ്രവൃത്തിയെ കണ്ടവരത്രേ. और हम सबों ने मसीह का कामों को देखे हुए लोग हैं. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നുള്ളതിന്റെ തെളിവത്രേ നാം ഓരോരുത്തരും. और मसीह ने हमारे लिए काम करते हैं, हम ही प्रत्येक व्यक्तियों हैं. വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. विश्वास जीवन में आगे बढ़ते रहो. आमीन.